ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ആള് ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ അതായത് ഒരുപാട് നിങ്ങളെ വാക്ചാതുര്യം കൊണ്ടും അതല്ല വാക്ചാതുര്യത്തിനപ്പുറം കെയറിങ് ആണ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തികൾ കൊണ്ടും നിങ്ങളെ കുപ്പിയിലാക്കി എടുത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീയോ അങ്ങനെയുള്ളൊരു ആള്. കാരണം ഇവരുടെ ഒരു സംസാരത്തിലോ വാക്ചാതുര്യം അങ്ങനെയുള്ള കാര്യത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രവർത്തികളിലോ നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ പോലും അറിയാതെ ആ ഒരു വ്യക്തിത്വത്തിലോട്ട് അടിമപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിലോട്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സും പോലും അറിയാതെ അങ്ങോട്ട് വീണു, കുപ്പിയിലാക്കി കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലേ, അവരെ വരെ കെയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാകാം. അവരെ വരെ ആ ഒരു സംസാരം പ്രവൃത്തിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പിടിച്ചു പറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ ടോട്ടലി നിങ്ങൾ ഈ വ്യക്തിത്വത്തിന് നിങ്ങൾ പോലും അറിയാതെ ഇഷ്ടം അത് ഒരുപാട് ഇഷ്ടക്കൂടുതലുകളായി. ആ ഇഷ്ടക്കൂടുതലുകൾ ഒരുപാട് ഒരു അഡിഷൻ എന്ന് പറയുന്ന കാര്യത്തിലോട്ടൊക്കെ നയിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എന്ത് കാര്യത്തിന് എന്ത് ഭക്ഷണം നമ്മൾ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഭക്ഷണത്തിന് ഇപ്പോൾ എന്ത് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉപ്പിടേണ്ട കറിയാണെങ്കിൽ ഉപ്പിടണം. ആ ഉപ്പിടാതെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വേണം, ഇതില്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ വ്യക്തിനെ കൊണ്ടു നടന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടു നടന്നത്, നിങ്ങളുടെ സ്നേഹം എങ്ങനെയാണ് പിടിച്ചു പറ്റിയത്, നിങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇവര് കുപ്പിയിലാക്കിയത്, എല്ലാം നിങ്ങളുടെ ആൾക്കറിയാം. പക്ഷേ അത് എന്താ പറയാ, ചില സമയത്ത് കണ്ടുകൊണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ എന്ന് പറയൂലേ, ആ ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് എടുക്കുന്നത്. ആ ഒരു കാര്യങ്ങള് എന്താണ് ഞാൻ എന്താണ് അറിയേണ്ടത്, ഞാൻ എന്താണ് കാണിക്കേണ്ടത്, എനിക്കെന്താണ് ആവശ്യം, എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു പരിപാടികൾ. പിന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തായി തീരും, നിങ്ങളുടെ അടുത്ത മൂവ്മെന്റ്സ് എന്തായിരിക്കും, നിങ്ങൾക്ക് വേറെ അതായത് ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫാമിലി വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്വഭാവമാണെങ്കിലും ക്യാരക്ടർ എന്താണെന്നുണ്ടെങ്കിലും എല്ലാ പരിപാടികളും അരച്ച് കലക്കി നിങ്ങൾ തന്നെ അവരെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട്.
A to Z ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് ഫാമിലി വൈസ് ഉള്ള ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുടെ ക്യാരക്ടർ ആണെങ്കിലും ജോലി സ്ഥലത്തുള്ള ആളുകളുടെ ക്യാരക്ടർ ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ എന്നുള്ള ആണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇവരെ നിങ്ങളെക്കുറിച്ച് A to Z പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പോലും അറിയാതെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ പോലും അറിയാതെ മൂവ് ഓൺ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷേ നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് ഒരുപാട് നാളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുവാണോ, അല്ലെങ്കിൽ അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതാണോ, അത് എനിക്ക് മാത്രം അതൊരു ഫീലിംഗ് ആണോ, അല്ലെങ്കിൽ എൻ്റെ സംശയമാണോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണോ? പക്ഷെ നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് പല കാര്യങ്ങളും കണ്ടില്ല, കേട്ടില്ല, പോട്ടെ, അങ്ങനെ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾക്കറിയാം ഇവരെന്തൊക്കെ കാര്യങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നുണ ഏതാണ് സത്യം ഏതാണെന്ന് നിങ്ങൾക്ക് എന്താ പറയാ ഒരു വിഭജിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ വ്യക്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടും ഈ വ്യക്തി പിണങ്ങി പോവണ്ട, ഇനിയൊരു വഴക്കുണ്ടാവണ്ട എന്നുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കണമെന്നുള്ളത് കൊണ്ടും ഈ പുള്ളിക്കാരൻ നിങ്ങളുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി നിങ്ങളുടെ അടുത്ത് തന്നെ എന്താ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും നിങ്ങൾ അതായത് ഇപ്പൊ പോകും എന്നുള്ള ഒരു ടെൻഷൻ വരുമ്പോഴാണ് നിങ്ങൾ ചില സമയത്ത് അറിയാതെ ആണെന്നുണ്ടെങ്കിൽ ചൂടാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു, പല സിറ്റുവേഷനിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് സത്യങ്ങള്, കള്ളങ്ങള്, സത്യത്തിൽ കൂടുതൽ കള്ളങ്ങള്, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി പൊതുവായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പം അത് ഏതൊരു കാര്യമാണെങ്കിലും മനസ്സമാധാനത്തിൻ്റെ കാര്യമാണെങ്കിലും വ്യക്തിബന്ധങ്ങളുടെ കാര്യമാണെങ്കിലും ഒരു കുടുംബപരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു. കാരണം എന്തിനും ഏതിനും നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനോട് ഒരഭിപ്രായമൊക്കെ ചോദിച്ച് ഈ വ്യക്തിയുടെ ഒരു അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരു ആൻസറൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇപ്പൊ ജീവിക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇപ്പൊ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. കാരണം നിങ്ങൾ ഉള്ളിൽ വിഷമിക്കുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവുണ്ടാകാം, മാനസികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ ഇവരുദ്ദേശിച്ചത്ര പരിപാടികള് നിങ്ങൾക്ക് വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്താ പറയാ, നിങ്ങൾക്ക് ഇതെല്ലാം ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് ചിലപ്പോൾ നിങ്ങളെ ഓർത്ത് ജീവിക്കുന്ന പല മുഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് തളർന്നു പോയാൽ പല ആളുകളും നിങ്ങൾക്കൊപ്പം തളർന്നു വീഴേണ്ട സാഹചര്യത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് പല കാര്യങ്ങളും പല വിധത്തില് പല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ഇതിനുള്ള സ്ട്രെങ്ത് എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? ഇതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? പല വിധത്തിലുള്ള എന്തെന്നാണ് മാനസികമായിട്ട് ഇത്തിരി എന്താ പറയാ ഇത്തിരി ഇമോഷണൽ ആവുന്ന, ഇത്തിരി സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. പിന്നെ ഇതിനുള്ള ധൈര്യം ആര് തന്നു, എങ്ങനെ കിട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു തലപുകച്ചില്, ഒരു തലപുകച്ചില്, ഒരു ചിന്ത എങ്ങനെ സംഭവിച്ചു? കാരണം നിങ്ങൾ
ഒരുപാട് എന്താ പറയുക സ്പിരിച്വൽ ജേണിയിലോട്ട് വന്നിട്ടുണ്ടാകാം, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പല രീതിയിലുള്ള പല വിധത്തിലുള്ള പരിപാടികളിലോട്ടൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ്മെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടാകാം. കാരണം നിങ്ങൾക്ക് ഒരു പുതിയൊരു ജീവിതം കിട്ടുമോ? ഇവര് ജീവിക്കുന്നതിനേക്കാളും ഒരു പടി ഫ്രണ്ടില് പുതിയ ഒരു ജീവിതം, അതായത് ഒരു പണത്തൂക്കം മുന്നിൽ പുതിയൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുമോ? അത് ഇത്തിരി കുശുമ്പെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിനെ കുശുമ്പെന്നേ പറയുള്ളൂ. നിങ്ങൾ എന്താ പറയണേന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നിങ്ങൾ അടിമുടി മാറി സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ, ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് പരിപാടിയിലാണെങ്കിലും നിങ്ങൾ അടിമുടി മാറി ഒരു പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ജീവിതം കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു കുശുമ്പ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും. നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കും, എങ്ങനെ സ്നേഹിക്കും, എങ്ങനെ കെയർ ചെയ്യും. ഇങ്ങനെ ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞു കുട്ടിയെ കിട്ടിയാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ നിങ്ങളിങ്ങനെ അതുപോലെ ഇങ്ങനെ കെയർ ചെയ്ത് അതിപ്പോ നിങ്ങൾ കാണുന്ന ആളുകൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും അതുപോലെ ഇങ്ങനെ പൊന്നുപോലെ നോക്കി കെയർ ചെയ്ത് ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, ആ ഒരു കാര്യങ്ങളെല്ലാം വേറെ വ്യക്തിക്ക് കിട്ടുവോ? ഇതിനൊക്കെ വേറെ പേരാണ് പറയണം. നിങ്ങളുടെ വ്യക്തിക്ക് അതിനൊക്കെ ആലോചിച്ചുള്ള ടെൻഷൻ. കാരണം ഇവര് ഇടക്കിടക്ക് പോയിട്ട് വന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇവിടെ നിങ്ങൾ എന്നും ഇവരെ താലപ്പൊലിയൊക്കെ ഇട്ട് ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കണം. കുറച്ച് മറ്റേ ഗാനമേളയും കുറച്ച് താലപ്പൊലിയൊക്കെ ഇട്ട് ഇങ്ങനെ നിങ്ങൾ സ്വീകരിക്കാൻ നിൽക്കണം. നിങ്ങൾ വേറൊരു ജീവിതത്തിലോട്ടോ, നിങ്ങൾ അടിമുടി മാറി വേറൊരു പരിപാടിയിലോട്ടോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത ഒരു വ്യക്തിത്വത്തിലോട്ട് പോയില്ലേ. അതിനേക്കുള്ള ഇത് എന്ത് പറയാനും. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്ത, ആ ചിന്ത ഈ മനുഷ്യനെ ദേഷ്യത്തിലോട്ടോ അല്ലെങ്കിൽ ഈ മനുഷ്യത്തിനെ ദേഷ്യത്തിലോട്ടും ഒരു തല പുകഞ്ഞ് ആലോചിക്കുക. അങ്ങനെയുള്ള ഈ നമ്മളിപ്പോ അധ്വാനിക്കുകയാണെങ്കിൽ നമ്മൾ പല രീതിയിലും രക്ഷപ്പെടും. അത് മറ്റുള്ളവര് തല പുകഞ്ഞിട്ട് കാര്യമുണ്ടോ? നോക്കട്ടെ. ഓക്കെ, അതായത് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എന്താ പറയാ നല്ല രീതിയിലുള്ള ചർച്ചകളും ചീത്ത രീതിയിലുള്ള ചർച്ചകളെല്ലാം നടന്നു കഴിഞ്ഞു. പക്ഷേ എന്താ പറയാ ഇവരുടെ സ്വഭാവം ഒന്ന് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നിങ്ങളുടെ ആളുടെ സ്വഭാവം ഒന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു 85% പ്രശ്നങ്ങൾ തീരും. പക്ഷേ ആ സ്വഭാവങ്ങൾ അങ്ങോട്ട് മാറ്റാനായിട്ട് നിങ്ങളുടെ ആള് ഇത്തിരി മടിയാണ്. നിങ്ങളുടെ ആൾക്ക് കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് കുൽസിത സ്വഭാവങ്ങളുണ്ട്, കുറച്ച് കുൽസിത പ്രവർത്തികൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആള് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരും അത്രക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല. എന്നാലും നമ്മൾക്കൊരു റിലേഷൻഷിപ്പില് നമ്മളുടെ പാർട്ട്ണറിനെ ബാധിക്കുന്നതോ നമ്മുടെ കുടുംബത്തിനെ ബാധിക്കുന്നതോ ആയിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റാൻ തയ്യാറാണ്. പക്ഷെ അത് നിങ്ങളുടെ ആള് അത് എത്ര പറഞ്ഞാലും മാറ്റാനായിട്ട് അങ്ങോട്ടൊരു ഇത് കാണിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ചില സമയത്ത് ഒരു പ്രതീക്ഷയൊക്കെ തരും. നിങ്ങൾ സ്വന്തമായിട്ടും പ്രതീക്ഷ കൈവരിക്കും. നാളെ
മറ്റന്നാള് എങ്ങനെയെങ്കിലും ഇതൊക്കെ ശരിയാകും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വില അവരറിയും, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിയാകുമായിരിക്കാം, എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ കണ്ണുനീരിൻ്റെ അർത്ഥമൊക്കെ വന്ന് ഈ ആള് തിരിച്ചു വന്ന് എന്നോടൊരു മാപ്പൊക്കെ പറയുമായിരിക്കാം. അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ ചില തെറ്റുകൾ വിട്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി തയ്യാറായിട്ടില്ല. പക്ഷെ പുള്ളിക്ക് ആഗ്രഹം എന്താണ്? എന്ത് കാര്യങ്ങൾ, എന്ത് തെറ്റ് ചെയ്താലും പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ന്യായമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണം. അത് ഫിനാൻഷ്യലി ആണെങ്കിലും, അതിപ്പോ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും, എന്ത് കാര്യങ്ങളും, ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിലും, കോടതിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും, ഇനിയിപ്പോ കുട്ടികളുടെ സംരക്ഷണമാണെങ്കിലും, എന്ത് പരിപാടിയാണെങ്കിലും, അതുമല്ല ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും, ഇനി മൂന്നാമത്തെ ഒരു വ്യക്തിബന്ധത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ, ഇവര് പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ന്യായം ഇവരുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് ഇവർക്ക് അനുകൂലമായിരിക്കണം, നിങ്ങളും അതിന് ആക്കാൻ കൂടെ നിൽക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. അതാണ് കാരണം. ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വീണ്ടും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബന്ധത്തിനോ അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾക്കോ പുതിയ തുടക്കങ്ങൾ ആഗ്രഹിച്ചിട്ടോ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ അടുത്ത് വീണ്ടും അടുത്ത് വരാനായിട്ട് ചാൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണെന്ന് അറിയാനോ, അതല്ല ഇവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നറിയാനോ, മറ്റുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമോ, അല്ലെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ള, നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സംസാരങ്ങൾ സംസാരിക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടാനോ ഉള്ള ചാൻസ് കൂടുതലാണ്. കുറെ ആളുകൾക്ക് ക്ലിയർ പിക്ചർ കിട്ടിയെങ്കിലും എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്, എന്താണ് പരിപാടികൾ ചെയ്യേണ്ടത്, എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഇന്ന് തീരുമാനിക്കും. പക്ഷെ അത് കുറച്ചു നേരം കഴിയുമ്പോൾ അത് വേണ്ടാന്ന് വെക്കും, പിന്നെ നാളെ തീരുമാനിക്കാന്ന് വെക്കും, നാളെയും ആകും, അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് അങ്ങനെ ആറിപ്പോവും. ഒരു തീരുമാനം, യഥാർത്ഥ തീരുമാനം ഇപ്പോഴും അങ്ങോട്ടും മനസ്സിൻ്റെ അകത്ത് പലരുടെ ഉപദേശങ്ങൾ നിങ്ങൾ തേടിയിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ മനസ്സ് പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. കാരണം ഈ വ്യക്തി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞാലും നിങ്ങൾ ഈ വ്യക്തിനെ ഇപ്പോഴും ചെറുതായിട്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അതല്ല നിങ്ങളുടെ വൈഫോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അതേ ഒരു വൈബിലുള്ള, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനം കിട്ടുമെന്ന് നിങ്ങൾ എന്താ പറയാ അറിഞ്ഞ് ഏറ്റെടുത്തൊരു വ്യക്തിയോ ആയിരിക്കും. കാരണം നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചോ അത്രമാത്രം ഈ വ്യക്തി നിങ്ങൾക്ക് കുറച്ച് മുറിവുകൾ തന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയാ തെറ്റുകളിൽ നിന്നും തെറ്റുകൾ ചിന്തിക്കാതെ തെറ്റിൽ നിന്ന് ശരിയിലോട്ടുള്ള ഒരു ചിന്തകൾ വളരെ പതുക്കെയാണ് ഈ വ്യക്തിക്ക് വരുന്നത്. പക്ഷെ എന്നാലും പല കാര്യങ്ങളും നടക്കാൻ, ഇനിയും പല കാര്യങ്ങളും നടക്കാൻ ഇതിൻ്റെ അകത്ത് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടാൻ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇനി എന്തെങ്കിലും കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുപ്പിക്കുമോ, നിങ്ങൾ കളിയാക്കി വിടുവോ, കൊഞ്ഞനം കുത്തി വിടുമോ, അല്ലെങ്കിൽ ഇനി ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് ചെയ്യേണ്ട അടുത്ത ആക്ഷൻ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നുണ്ട്. കാരണം ചില സമയത്ത് ഈ പുള്ളി വളരെയധികം മോട്ടിവേഷനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പായിട്ടോ അതോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന പോലെയൊക്കെ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചില പ്രവർത്തികളിൽ, അതായത് പുള്ളി ചെയ്യേണ്ട പ്രവർത്തികളിലോ അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി റെസ്പോൺസിബിലിറ്റി പരമായിട്ട് നിൽക്കേണ്ട പല കാര്യങ്ങളിലും പുള്ളി ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ, ഒരു ഇമ്മച്ചുവർ എനർജി കാണിക്കുന്നുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ശരി, അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ,
അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നോക്കിക്കോളും. ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി കുറച്ചാളുകളുടെ വ്യക്തികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് മാജിക് എനർജി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.